സുല്ലൻ എന്ന് വെച്ചാൽ ആദ്യം സെറ്റെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി പൈസ ഇട്ടൊന്ന് തൊഴുതു. കാരണം ഇത്രയും വലിയ സെറ്റ് ഇട്ടാണല്ലോ, മഴ പരിപാടികളെല്ലാം വരാനുള്ളതാണ്. അപ്പോൾ ആ പുള്ളി ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഈ ക്രൗഡ് വരുന്ന ആൾക്കാരില്ലേ, ഇവരെല്ലാം അമ്പലത്തിൽ വരുന്ന ഫീലിലാണ് വരണത്. എല്ലാവരും കല്യാണത്തിന് വരുന്നതില്ലേ, അപ്പം കുളിച്ച് മുല്ലപ്പൂവൊക്കെ വെച്ചാണ് മിക്ക ജൂനിയർ ആർട്സിലും ഉള്ളത്. അപ്പോൾ ഇവരവിടെ പോയി തൊഴുവും. സീക്വൻസ് ഇല്ലെങ്കിൽ ഇവർ തൊഴുതു പോകും. കാരണം രാവിലെ പാട്ടിടും ഇവിടെ. ഗുരുവായൂർ പാട്ടിടുന്ന പോലെ രാവിലെ 7:30 മണിയാകുമ്പോൾ ആർട്ട് ടീം പാട്ടൊക്കെ ഇട്ട് അവിടെ എല്ലാം പൂവും പഴവും ഇതെല്ലാം പുതിയത് വയ്ക്കും, തിരികെ എത്തിച്ച് വയ്ക്കും. അപ്പോൾ അവിടെ ഒരു അമ്പലത്തിൻ്റെ മൂഡ് തന്നെയായിരുന്നു. പണ്ട് ഇതുണ്ടായിരുന്നു, മൃഗാധിപത്യം വന്നാലെന്നും പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഈ മൃഗങ്ങള് മൃഗങ്ങളൊക്കെ തീർന്നു പോയി. ആ ഒരു പ്രശ്നം കുറെ ആളും അതുമൊക്കെ തീരാറായി. പാർട്ട് 2 ഒക്കെ ഇറങ്ങും. ഒരു ദിവസം ട്രെയിനിനകത്തിരുന്നപ്പോൾ മലന്ന് വീണ പാറ്റയില്ലേ ആലപ്പുഴ ബീച്ചില് ഉച്ച വെയിലത്ത് ഓടിക്കോളെ റെക്കോർഡ് ടെമ്പറേച്ചർ ആയിരുന്നു ആ സമയത്ത്. അതിന്റെ മണലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചു. എന്നിട്ട് ഒരു ഷോട്ടം കണ്ടു. ഒരു ഷോട്ട്. പണ്ടിപ്പം കുഞ്ഞൻ നമ്പ്യാർ തമാശ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അന്തരാജാവിനെ കളിയാക്കി, റാണിയെ കളിയാക്കി, മന്ത്രിയെ കളിയാക്കിയൊക്കെ അല്ലേ കുഞ്ഞൻ നമ്പ്യാർ തമാശ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ തമാശകളിലൊക്കെ ബോഡി ഷേമിങ് എല്ലാ പരിപാടിയും ഉണ്ട്. ആ തമാശ അന്നത്തെ കാലത്ത് ജനങ്ങൾ ആസ്വദിച്ചിരുന്നു. പിന്നെ കറങ്ങി വന്നപ്പോഴത്തേക്ക് ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് നാടിപ്പോൾ ഓണത്തപ്പ കുടവേറാന്നാണ് എല്ലാവരും പണ്ടേ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വന്നതൊക്കെ അങ്ങനെ ഇപ്പോൾ അത് ബോഡി ഷേമിങ് ഇല്ലേ, അത് പറയൂല. ഇപ്പം പറഞ്ഞെങ്ങനെ പറയും. അതാണ് അങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ള പണ്ടത്തെ കാലത്തൊക്കെ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്ന പോലെ ഇപ്പം പറഞ്ഞ പോലെ 2x അടിച്ചാണ് കാണണം. അങ്ങനത്തെ ഒരു കാലത്ത് ഇനിയിപ്പോൾ ആൾക്കാർ ഇനിയിപ്പോൾ ഇതിൽ നിന്നും മാറി അല്ലെങ്കിൽ ഇത് മൈൻഡ് ചെയ്യാതെ ഇതിനെയൊക്കെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ വേറൊരു പ്ലാറ്റ്ഫോം വന്നേക്കാം. അതിനകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വന്നേക്കാം. ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നമുക്ക് ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഉടനെ ഔട്ട് ആവുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ടുണ്ടോ? ഇത്ര നേരം ആലോചിച്ചില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് പേടിയായി. ഇന്ന് വീട്ടിൽ പോയിട്ട് ഞാൻ ആലോചിക്കാം. നമസ്കാരം. ഇന്ന് മീഡിയ വണ്ണോടൊപ്പം ഉള്ളത് അഖിൽ കാവ്ലൂർ, കാർത്തിക് ശങ്കരൻ, ഷമീർ ഖാൻ. വെൽക്കം. ആൻഡ് പടക്കുതിര എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ അജു ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് പുള്ളിക്കാരൻ സിനിമയുടെ വലിയൊരു നേട്ടമായിട്ട് പറയുന്നത് 3 തലമുറകളാണ് സിനിമയിലുള്ളത്. ഇപ്പം നിങ്ങളുടെ യങ്ങർ തലമുറയുടെ കൂടെയും കൂടെ ഇൻറ്ററാക്ട് ചെയ്യാനും ലേൺ ചെയ്യാനും പറ്റിയെന്നുള്ളത് വലിയൊരു നേട്ടമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജനറേഷൻസ് സിനിമയിൽ ഒന്നിക്കുന്നത് എങ്ങനെയായിരുന്നു? 3 തലമുറ. നിങ്ങൾ 3 തലമുറയല്ല, നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഈ ഒരു ഇന്ററാക്ഷൻ, ഈ ഒരു ലേണിംഗ് പ്രോസസ്? ഇവരാണ് അതിനകത്ത് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പം അല്ല, അങ്ങനെയല്ല. ഇതിലിപ്പം ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളുടെ ജനറേഷൻ, പിന്നെ രഞ്ജി സാർ അവരൊരു ജനറേഷൻ, അല്ലാതെ നീ നമ്മുടെ താഴെ ജനറേഷൻ ഉണ്ടായിരുന്നതാ. നിങ്ങളാണ് യങ്ങർ ജനറേഷൻ എന്ന് പറഞ്ഞത്. നിങ്ങളും ഒരു ജനറേഷൻ, അതിന്റെ മുകളിൽ രഞ്ജി ചേട്ടൻ വരെ, അതിന്റെ താഴെ ഞാനും. രണ്ടു തലമുറ വന്നു. അത് വിട്. എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ വ്യത്യാസമൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ലല്ലോ. ലൊക്കേഷനിൽ അങ്ങനെ ഒരു വ്യത്യാസമൊന്നും ഫീൽ ചെയ്തില്ല. എല്ലാം ഒരേ വൈബിൽ തന്നെയാണ്. പക്ഷെ സീനിയേഴ്സ് കൂടെ ഉണ്ടായിരുന്ന രസമായിരുന്നു. നമ്മളെ ബന്ധു ചേട്ടനൊക്കെ പഴയ കഥകളൊക്കെ പറഞ്ഞു, പഴയ സിനിമ അവരെ ചെയ്ത സിനിമകളിലെ ഷാജു ശ്രീധർ, അദ്ദേഹം പഴയ കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ ശരിക്കും ചിരിച്ചു. ഇതില് കഥാപാത്രങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ ക്യാരക്ടറുടെ പേര് കുറുപ്പെന്നാണ്, സുകുമാരക്കുറുപ്പ്. അത് ഞാൻ നോക്കിയാൽ ഈ പടക്കുതിര എന്ന് പറയുന്ന ഈ മാസികയുടെ അതിനകത്തൊരു 5 പേരുണ്ട്. 5 പേരെന്ന് വെച്ചാൽ നന്ദുചാൻ്റെ ക്യാരക്ടർ, ഷമീറിൻ്റെ ക്യാരക്ടർ, ജോമോൻ്റെ ക്യാരക്ടർ, അജുവിൻ്റെ ക്യാരക്ടർ. അപ്പോൾ അവിടെ ഉള്ള ഒരാളാണ് ഞാനതിൻ്റെ ഓൾറെഡി അതിൻ്റെ ഒരു ചെറിയ പാർട്ട്ണറാണ്. പക്ഷേ അവിടുത്തെ അടുക്കളപ്പണിയും പരിപാടിയൊക്കെ ആയിട്ട് ഇവരുടെ കൂടെ ഉള്ളൊരു ക്യാരക്ടറാണ്. നമ്മുടെ ആ ഒരു ഇതിലേക്ക് രഞ്ജി സാറിൻ്റെ ഒരു ക്യാരക്ടർ വന്നിട്ട് പിന്നെ ഈ സ്റ്റോറിക്ക് ഉണ്ടാകുന്ന പരിപാടികളാണ് ഈ പടത്തിൻ്റെ മെയിൻ ഫൺ എലമെൻറ്റും പിന്നെ പോണ ഒരു ത്രില്ലിങ് എലമെൻ്റൊക്കെ പുള്ളിയുടെ ക്യാരക്ടർ കൂടെയാണ് പോണത്. അതാണ് ആ പടത്തിൻ്റെ വേറൊരു പരിപാടി. പുള്ളി എനിക്കൊന്നും
ഈ പടത്തിൽ രഞ്ജിത്ത് സാറിൻ്റെ ക്യാരക്ടർ ഭയങ്കര ഡിഫറൻ്റ് ആണ്. ഇതുവരെ കണ്ട പുള്ളിയുടെ ഒരു ക്യാരക്ടർ ആയിരിക്കില്ല ഈ പടത്തിൽ. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ ഷമീറ? പുള്ളി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ഫൺ പരിപാടിയാണ്. പ്രതീക്ഷിക്കാത്ത ഒരു പരിപാടി. അതെ 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 അതെ. നിങ്ങളുടെ കഥാപാത്രങ്ങൾ ചെറുത് കുറച്ചേ ഉള്ളെങ്കിലും ചെറിയൊരു ക്യാരക്ടർ. എൻ്റെ ക്യാരക്ടർ പേരില്ല, അത് പക്ഷെ ചെറിയൊരു അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ചെറിയൊരു ക്യാരക്ടർ, അതൊരു ഫ്രീക്കനായിട്ടുള്ള ഒരു ക്യാരക്ടർ. ഒരു പോലീസ് സ്റ്റേഷനിലാണ് കൂടുതലും സീൻസ് ഉള്ളത് എനിക്ക്. അപ്പോൾ ഉണ്ടാക്കുന്ന ക്യാരക്ടർ പേരിട്ടില്ല. ക്രെഡിറ്റ് ഉണ്ടല്ലോ, ക്രെഡിറ്റഡ് സീനാണല്ലോ. ഓക്കെ, അതായത് കട്ടായി പോകുന്നതാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് നിശ്ചൽ. ഈ പറഞ്ഞ മാസികയിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറും ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി വിഭാഗം മേധാവി. പിന്നെ സിനിമ റിവ്യൂ ഒക്കെ ചെയ്യും. അങ്ങനത്തെ പിന്നെ നമ്മളെല്ലാരും കൂടെ ഉള്ള ആ കൂട്ടത്തിലുള്ള ഒരാൾ. നിങ്ങള് നിരന്തരം ഒരുപക്ഷെ മീഡിയ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം. സ്വാഭാവികമായിട്ടും പത്രവുമായിട്ടും ഒക്കെ ബന്ധമുള്ള ആൾക്കാരായിരിക്കാം. നിങ്ങളൊരു പത്രം വായിക്കുന്നത് പത്രക്കാരുമായിട്ടുള്ള ബന്ധം. അപ്പം ഒരു പത്രം ഓഫീസിലേക്ക് വരുമ്പം അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുമ്പം അത് തന്നിട്ടുള്ള ഒരു ഫീൽ എന്താണ്? സത്യം ഇത് പത്രമല്ല, മാസികയാണ്, മാഗസിനാണ്. അതായത് ഇതിന്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജുവേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ അച്ഛൻ നല്ലൊരു പത്രമാസിക നടത്തിക്കൊണ്ടിരുന്നതാണ്. പുള്ളി മരണശേഷം ഈ പുള്ളി അത് ഏറ്റെടുത്തിട്ട് പിന്നെ പുള്ളി നശിപ്പിക്കും. അത് തന്നെ എൻ്റെ മെയിൻ പരിപാടി. പുള്ളി നശിപ്പിച്ച് പുള്ളിയും പെടും, കൂടെയുള്ള നമ്മളെയും പെടുത്തും, അങ്ങനെ പോണ ഒരു പരിപാടിയാണ്. വീണ്ടും നന്നാക്കാനുള്ള ശ്രമങ്ങളും. അതെ അതെ, അതിൽ ക്യാരക്ടർ പാടുന്നതും പരിപാടികളൊക്കെ ആയിട്ട് പോയിട്ട് പിന്നെ അത്യാവശ്യം നല്ലൊരു നമ്മുടെ എന്താണ് മണ്ടത്തരമല്ല, നമ്മൾ പോണ വഴിയിലൂടെ പിന്നെ നല്ലൊരു കേസൊക്കെ അതുവഴി റെഡിയായി വരുന്നതാണ്. നമ്മളൊരു ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ സപ്പോർട്ടോട് സിനിമയിലേക്ക് എത്തുന്ന ഒരു ജനറേഷൻ തന്നെയാണ് നിങ്ങളുടേത്. ഇപ്പം കോവിഡിന് ശേഷമുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന് സോഷ്യൽ മീഡിയ ആയിട്ട് ഭയങ്കരമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇപ്പം കണ്ടന്റിലാണെങ്കിലും ആക്ടേഴ്സിലാണെങ്കിലും അതിന് പ്രൊമോഷൻസിനാണെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയ വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ്സ് ഒരുപാട് നമ്മളടക്കമുള്ള എല്ലാവർക്കും അത് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പേഴ്സണലി അത് തന്നിട്ടുള്ള ഒരു സ്പേസ് വലുതാണല്ലോ. ഹൗ ഡു യു ഫീൽ നൗ? ഇപ്പം സിനിമയിലേക്ക് കൂടെ എത്തുന്ന സമയത്ത്, സിനിമയിൽ സജീവമായി തുടങ്ങുമ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തരുന്ന ഫീൽ എന്താണ്? സോഷ്യൽ മീഡിയ കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഞാനും. അതുകൊണ്ട് തന്നെയാണ് ഈ അവസരം കിട്ടിയത്. പിന്നെ ഈ കോവിഡ് സമയത്ത് കുറച്ചുകൂടി ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളുടെ എണ്ണം കൂടി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ആളുകൾ വരുന്നു. അങ്ങനെ അവരുടെ കഴിവുകൾ പുറത്തേക്ക് എത്തിക്കാൻ വീണ്ടും വീണ്ടും ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊരു സാധ്യതയായി. ഇപ്പം നമ്മളായി തന്നെയും മൂവി പ്രൊമോഷൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്രാൻഡ് പ്രൊമോഷൻസ് ഇതൊക്കെ നമ്മൾ ചെയ്യും. നമുക്കൊരു ഏണിംഗ് സൈഡാണ്. അപ്പോൾ ഈ മൂവിക്ക് തന്നെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസേഴ്സ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനൊരു വിപ്ലവം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ കാര്യം സോഷ്യൽ മീഡിയ തന്നെയാണ്. പിന്നെ ഇങ്ങനൊരു പ്രയോഗം, ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു പ്രയോഗം കൂടുതലായിട്ട് വന്നത് ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സിനിമയെ, പ്രത്യേകിച്ച് സിനിമയെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നമ്മൾ ഈ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ സിനിമയിലേക്ക് വന്നത് തന്നെ അങ്ങനെ എടുക്കാം. കാരണം ഞങ്ങൾ സോഷ്യൽ മീഡിയയിലെ പ്രകടനങ്ങൾ കണ്ടിട്ടാണല്ലോ ഇതിലേക്ക് എത്തിച്ചത്. അപ്പം അത് തന്നെയാണ് ഞങ്ങൾക്ക് ഇൻസിഡന്റ്. ഇപ്പൊ ഹിറ്റ് സിനിമകളിലേക്കും അത് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. കഴിഞ്ഞ വർഷം പ്രേമലു ആണെങ്കിലും ഗുരുവായൂരമ്പൽ നടയിലാണെങ്കിലും ഗൽബാണെങ്കിലും എല്ലാം ആളുകൾ ഗോളത്തിലാണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള തോന്നുന്നു. ഇത് മൂന്നും പല യോണറിലുള്ളതാണ്. പലതിലും കോമഡി മാത്രമായിട്ട് കാണിക്കുന്നതുമല്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ അതിനകത്ത് ചൂസൺ ആവുന്നുണ്ട്. അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ ആളുകളുടെ ഇടയിൽ യു ഡോണ്ട് നീഡ് എ സ്റ്റാർ ഇൻ എ മൂവി ടു ബി കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ എന്നുള്ളൊരു സംഗതി വരുന്നുണ്ട്. അത് ലൈക്ക് ഫോർ എ സ്ട്രഗ്ലിംഗ് പേഴ്സൺ, നിങ്ങളല്ല ഇപ്പം നമുക്ക് പുറത്തുള്ള ആൾക്കാരാണെങ്കിലും അതൊരു മോട്ടിവേഷനാണ്. നിങ്ങളെ അത് എങ്ങനെയാ സ്വാധീനിക്കണേ, ലൈക്ക് ബീയിങ് പാർട്ട് ഓഫ് ദിസ് കൊമേഴ്ഷ്യൽ ഹിറ്റ്സ്?
ഗുരുവായൂർ അമ്പലനടയിലെ ഭാഗമായതിന് എന്താണ് അല്ല, ഗുരുവായൂർ അമ്പലനടയിലെ ഭാഗമായിട്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് പടങ്ങൾ വന്നതിന് ശേഷം അതിപ്പോൾ ആ പടം നമ്മൾ വിളിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റ്, സക്സസ് ചെയ്ത ഒരു ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, പ്രൊഡക്ഷൻ എല്ലാം അങ്ങനെ ഒരു പടത്തിൽ വരുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ആ പടത്തിൽ വിളി വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എന്താണ് ഒരു ഇതാണ് ഈ അടുത്ത അതുകൊണ്ട് എന്തായാലും അടുത്ത പടം വരുന്ന പറയാം. അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന പടങ്ങളാണ് ഇത്. ഇനിയിപ്പോൾ ഇറങ്ങാതിരിക്കുന്നൊരു പടമുണ്ട്, ഇനി ഒരു 2-3 പടം വന്ന് കിടപ്പുണ്ട്. ഇതെല്ലാം ഗുരുവായൂർ അമ്പലനടയിൽ നിന്നുള്ള ആ ഒരു പടത്തിൽ നിന്ന് തന്നെ വന്ന പരിപാടികളാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും പിന്നെ ആ പടം നല്ല സക്സസ്സും ആയിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് അതൊരു ടേണിംഗ് പോയിന്റ് പോലെ തന്നെ നമ്മൾ കൊണ്ട് പറയുന്നത്. ആ പടത്തിൽ വിളി വരിക എന്നുള്ളത് തന്നെ ആ ഒരു ക്യാരക്ടർ നമ്മളെ കാസ്റ്റ് ആർക്കാണോ വിളി വരാവുന്ന ഒരു ക്യാരക്ടറായിരുന്നു. നമുക്ക് ഭാഗ്യം പരിപാടികളെ കൊണ്ട് വന്നു എന്നുള്ളൊരു പരിപാടി. ഷമീറെ അത് ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ഒരു വലിയ കാസ്റ്റ് അതിൽ കൂടെ ഉണ്ട്, വലിയ ടെക്നിക്കൽ ടീം, ഒരു സെറ്റ്. അത് ഗുരുവായൂർ അമ്പലം തന്നെ സെറ്റ് ഇട്ടൊരു മലയാളത്തിലെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ആക്ടേഴ്സിനാണെങ്കിലും തന്നെ. അതെങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റൊക്കെ കന്നു വന്നിട്ട് ഞെട്ടിപ്പോയി. അവിടെ ഗുരുവായൂരമ്പലയുടെ സെറ്റ് എന്ന് വെച്ചാൽ സുനിലണ്ണനായിരുന്നു അതിൻ്റെ ആർട്ട് ഡയറക്ടർ. പുള്ളിക്കാരൻ ആ സെറ്റ് നമ്മൾ സത്യം പറഞ്ഞാൽ ബാക്കി ഷൂട്ടെല്ലാം ഗുരുവായൂർ ഏരിയയിലൊക്കെ അതിൻ്റെ ബാക്കി ഷൂട്ടുകൾ. ക്ലൈമാക്സ് പോർഷനാണ് ഇവിടെ നമ്മൾ കളമശ്ശേരി FACTയിലാണ് അതിൻ്റെ സെറ്റ് ഇട്ടത്. അപ്പോൾ അത് അവിടെ തന്നെ ക്ലൈമാക്സ് തന്നെ 27 ദിവസം ഷൂട്ടായിരുന്നു. അവിടെ നമ്മൾ ആദ്യം വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞെട്ടിപ്പോവും. സെറ്റെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഗുരുവായൂരമ്പലത്തിൽ പോയവർക്ക് അത് അമ്പലത്തിനകത്ത് നിൽക്കുന്ന ഫീലാണ്. ചൈന പൊസിഷനോ അവിടെ ഭണ്ഡാരത്തിൽ പൈസ ഉണ്ടായിരുന്നു. യൂണിനാട്ടശ്വര ഒരു 10,000, 1,500 പേര്, 1,200 പേരൊക്കെ മിക്ക ദിവസം കാണും. ഭണ്ഡാരത്തിനകത്ത് സുല്ലണ്ണം എന്ന് വെച്ചാൽ ആദ്യം സെറ്റെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി പൈസ ഇട്ടിട്ടൊന്ന് തൊഴുതു. കാരണം ഇത്രയും വലിയ സെറ്റ് ഇട്ടാണല്ലോ, മഴ പരിപാടികളെല്ലാം വരാനുള്ളതാണ്. അപ്പോൾ ആ പുള്ളി ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഈ ക്രൗഡ് വരുന്ന ആൾക്കാരില്ലേ, ഇവരെല്ലാം അമ്പലത്തിൽ വരുന്ന ഫീലിലാണ് വരണത്. എല്ലാവരും കല്യാണത്തിന് വരുന്നതില്ലേ, അപ്പം കുളിച്ച് മുല്ലപ്പൂവൊക്കെ വെച്ചാണ് മിക്ക ജൂനിയർ ആർട്സിലും ഉള്ളത്. അപ്പോൾ ഇവരവിടെ പോയി തൊഴുവും. സീക്വൻസ് ഇല്ലെങ്കിൽ ഇവർ തൊഴുതു പോകും. കാരണം രാവിലെ ആ പാട്ടിടും ഇവിടെ. ഗുരുവായൂർ പാട്ടിടുന്ന പോലെ രാവിലെ 7:30 മണിയാകുമ്പോൾ ആർട്ട് ടീം പാട്ടൊക്കെ ഇട്ട് അവിടെ എല്ലാം പൂവും പഴവും ഇതെല്ലാം പുതിയ വയ്ക്കും, തിരികെത്തിച്ച് വയ്ക്കും. അപ്പോൾ അവിടെ ഒരു അമ്പലത്തിൻ്റെ മൂഡ് തന്നെയായിരുന്നു. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളെല്ലാം ഫ്രഷ്നെസ് ഉണ്ട്. കല്യാണ മൂഡല്ലേ എല്ലാവർക്കും. കളർഫുൾ ഡ്രസ്സുകളും മറ്റേ പൂവും പൊട്ടൊക്കെ ഇട്ട് എല്ലാവരും കളർഫുള്ളാണ്. ഭയങ്കര ഫീലായിരുന്നു ഇവിടെ. അതിലും അജിത് ചേട്ടന്റെ ഒരു പാട്ടിന്റെ അന്ന് ആ ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ ആ ഷൂട്ട് ചെയ്തപ്പോൾ നമ്മളില്ലായിരുന്നു അന്ന ദിവസം. ആ സോങ് മാത്രം ഷൂട്ട് ചെയ്തത് ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടേ ഇല്ലായിരുന്നു അജുവണ്ണ അല്ലാതെ തന്നെ പരിചയമുണ്ട്. നമുക്ക് ഷോയിൽ TV ഷോയിലൊക്കെ വന്ന് കണ്ട് പരിചയമുണ്ട്. പിന്നെ പുള്ളിയുടെ പാട്ടും പരിപാടിയൊക്കെ ആയിരുന്നല്ലോ അതിൻ്റെ ഒരു ഹൈലൈറ്റ്. പുള്ളി ആദ്യമായിട്ട് പാടിയ പടം, അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നല്ലേ. ഇതിന് ശേഷം സിജു സണ്ണിയായിട്ട് സംസാരിച്ച സമയത്ത് നിങ്ങളെ പ്രൊഡക്ഷൻ ടീം ആകെ വഷളാക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. ലൈക്ക് ഭയങ്കര ഫ്രീഡം ആയിരുന്നു സെറ്റിൽ. അവിടെ ഭയങ്കര ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 ക്യാരവൻ കാണും. ഞാൻ സത്യം പറഞ്ഞാൽ അത്രയും ക്യാരവൻ കാണുന്നൊരു പടം കണ്ടിട്ട് പോലുമില്ല. 8 ക്യാരവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യോഗി ബാബു ഉണ്ടായിരുന്നു, പിന്നെ നിഖില, അനശ്വര, ബാക്കി ജഗദീഷ് ചേട്ടൻ, വൈജുവണ്ണൻ, പിന്നെ രേഖ ചേച്ചി, പൃഥ്വിരാജ്, രാജുവേട്ടൻ, അങ്ങനെ ബേസിൽ ഇങ്ങനെ ഇത്രയും പേരുണ്ട്. ഇതെല്ലാവർക്കും അവിടെ എന്ന് വെച്ചാൽ വെളിയിൽ വേറെ റൂമോ പരിപാടിയൊന്നുമില്ല. ക്യാരവൻ കൊടുത്തേ പറ്റും എല്ലാവർക്കും. 8 ക്യാരവൻ നിറഞ്ഞു കിടക്കും രാവിലെ ഒന്നും. ഞങ്ങളെല്ലാവരും, ഞാൻ ജോമോൻ, നമ്മളെ സിജു സണ്ണി, നമ്മളെല്ലാവരും ഒരു ഇതിനകത്തായിരുന്നു. അവിടെ പിന്നെ രസമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ നിന്നിപ്പം പരിപാടികളൊക്കെ ആയിരിക്കുമല്ലോ, ബാക്കി ഫുൾ ടൈം ഫ്രീ ആണ്. അവിടെ പ്രൊഡക്ഷൻ ഇപ്പോൾ എന്തെങ്കിലും തിന്നാനൊക്കെ 8 ക്യാരവനൊന്നും ഇല്ലായിരുന്നു, സൈഡിൽ നിന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ രാജുവിൻ്റെ ക്യാരവൻ്റെ തൊട്ടടുത്തിലാണ് ക്യാരവൻ നമ്മളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ കാണാം പുള്ളി ഇറങ്ങിപ്പോണം. കാരണം ഞാൻ പുള്ളിയുടെ കൂട്ടുകാരനായിട്ട് ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് സീനുള്ളപ്പോഴല്ലേ എനിക്കും കാണും, ബാക്കിയും കാണുമല്ലോ. അപ്പം ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. പുള്ളിയെ വിളിക്കാൻ വരുമ്പോൾ എനിക്കറിയാം അവളോട് ഞാൻ റെഡിയാണ്. ഞാൻ ആ സമയമാകുമ്പോഴത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഭയങ്കര രസമായിരുന്നു. വലിയ എന്താണ് ഈ പറഞ്ഞ പോലെ അഴിച്ചുവിട്ടേക്കായിരുന്നു നമ്മളെ. ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഡയറക്ടറായിട്ട് വരുന്ന വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും, അതും പല മേഖലകളിലേക്കായിട്ട്. എങ്ങനെയാണ് ഈ ഒരു ഫീൽഡ്? എനിക്ക് തോന്നുന്നു നേരത്തെ തന്നെ ഫിലിം ഡയറക്ഷൻ തന്നെയായിരുന്നു പ്ലാൻ എന്ന് തോന്നുന്നു. ഹൗ വാസ് യുവർ ജേർണി ടു ബി എ ഡയറക്ടർ? ഞാൻ ഫസ്റ്റ് തെലുങ്കിലാണ് ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പം മലയാളം പരിപാടികളിലൊക്കെ ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ മെയിൻ ഡയറക്ഷൻ തന്നെയായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നതും. അതിന് വേണ്ടിയിട്ടായിരുന്നു ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതിൽ തന്നെ അഭിനയിച്ച് അങ്ങനെ വന്നപ്പോൾ ആക്ടിങ്ങിന് ഇപ്പോൾ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അപ്പോൾ അതിപ്പോൾ ലൈനപ്പിൽ കുറച്ച് പ്രോജക്ട്സ് ഒക്കെ ഇങ്ങനെ വരുന്നത് കൊണ്ട് ഡയറക്ഷൻ പ്രോജക്റ്റ് കുറച്ചൊന്ന് പോസ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ.
ഇത് ഈ കോവിഡിന്റെ കാലത്തിന് മുന്നേ തന്നെ കാർത്തിക് ശങ്കർ എന്ന് പറയുന്ന ആളുകൾ അറിയുന്നത് ഷോർട്ട് ഫിലിമിലൂടെയാണ്. അന്ന് കുറച്ചുകൂടെ ഷോർട്ട് ഫിലിമുകൾ കുറവാണ് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൈഡ് റേഞ്ചിലേക്ക് അത് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. അവിടെ നിന്നും ഇപ്പം ഉണ്ടാവുന്ന ഒരു മാറ്റമില്ലേ? ഹൗ ഡു യു ഫീൽ? അന്നെന്ന് പറയുന്നത് ഷോർട്ട് ഫിലിംസ് ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് റീച്ച് കിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞതിനോട്ടൊരു 30 മിനിറ്റുള്ള കൊടുത്താലും 40 മിനിറ്റുള്ള കൊടുത്താലും ആളുകൾ എൻജോയ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം റീലുകളും ഒക്കെ വന്നതിന് ശേഷം അവർക്ക് 1 മിനിറ്റിൽ ഇതിനെ എങ്ങനെ കൊടുക്കാം, ഇപ്പോൾ സിനിമയാണെങ്കിൽ 1 മിനിറ്റിലേക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം ഒരു വിപ്ലവകരമായ മാറ്റം തന്നെയാണ്. കാരണം ഭയങ്കരമായി ഫാസ്റ്റ് ആളുകൾ ക്ഷമ, പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതൽ പേര് OTT-ലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫോർവേഡ് ചെയ്തൊക്കെ കാണുന്നതുകൊണ്ട് ഈ ക്ഷമയില്ല. അപ്പോൾ അവർക്ക് എത്ര ക്യാപ്സ്യൂൾ രൂപത്തിൽ കൊടുക്കാൻ പറ്റുമോ അത്രയും തന്നെയാണ്. അതിലൊക്കെ ഇൻസ്റ്റഗ്രാം കണ്ടന്റ് ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു പണ്ട് ആഡ് ഫിലിംസ് ഒക്കെ ചെയ്തില്ലേ നമ്മൾ, ചെറിയൊരു ടൈമിൽ അതിൻ്റെ ഒരു കൺവേ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അത് ഇപ്പോഴത്തെ ഷോർട്ട് ഫിലിമുകളിലേക്ക് വരുന്ന മുന്നത്തെ ഷോർട്ട് ഫിലിമുകളിലേക്ക് വരുമ്പോൾ അതിലെ മെസ്സേജുകളും ലൈക്ക് അന്നത്തെ ടിപ്പിക്കൽ കണ്ടന്റുകളെ ബ്രേക്ക് ചെയ്യുന്നത് പലപ്പോഴും സറ്റയർ ഫോമിൽ ചെയ്യാറുണ്ട്. അത്തരം കണ്ടന്റുകൾ വരാറുണ്ട്. അതിനുശേഷം ഫാമിലി മൊത്തത്തിൽ കോവിഡ് സമയത്ത് കണ്ടന്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കൺസെപ്റ്റ്സ് എങ്ങനെയാണ് ഫോം ആക്കുന്നത്? സിംഗിൾ ലൈക്ക് ഒറ്റയ്ക്ക് നിങ്ങളത് കംപ്ലീറ്റ്ലി ഫോം ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുന്നതാണോ ഷൂട്ടിന്റെ അതിലേക്ക് പോകുന്നത്? തീർച്ചയായിട്ടും അതൊരു സിനിമയുടെയൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്ന പോലെ തന്നെ ആദ്യം സ്ക്രിപ്റ്റ് എഴുതി അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയാണ്. ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് ചെയ്തിരുന്നത്, കുറച്ച് സീരിയസ് കണ്ടന്റുകൾ കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ അത് ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആളുകൾ ചിലപ്പോൾ ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ കാലം മാറിയല്ലോ, കുറച്ചുകൂടെ ഒന്ന് ചേഞ്ചായി. ഇപ്പോൾ ഈ പറഞ്ഞിട്ട് കോവിഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായ ഷിഫ്റ്റ് വന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ റീലൊക്കെ ചെയ്യുമ്പം ഭയങ്കരമായ സ്ക്രിപ്റ്റ് ഒന്നും ചിലപ്പോൾ അങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. ഈവൻ വെബ് സീരീസിലാണെങ്കിലും സ്ക്രിപ്റ്റ് ആയിരിക്കും, എന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് സീനൊക്കെ ചിലപ്പോൾ അന്നേരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കൺസെപ്റ്റിൽ മെയിനായിട്ടും ഇപ്പോൾ ആളുകൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് അല്ലെങ്കിൽ ഓവർ റൊമാൻറ്റിക് ഒന്നും ഇപ്പോൾ ആളുകൾ അത്ര അങ്ങോട്ട് അല്ലെങ്കിൽ പിന്നെ അവരെ അങ്ങനെ വിശ്വസിപ്പിക്കണം. നമ്മളിപ്പോൾ ഇപ്പോൾ പൊന്നെ എന്ന് വിളിക്കുന്ന പോലും അതൊരു ക്രിഞ്ച് സാധനമാണ് ഇപ്പോൾ ഒരാളെ വിളിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് വലിയ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. രാത്രി 10 മണി കഴിഞ്ഞ് വാട്സപ്പ് എടുത്ത് പോകുന്നില്ല, ഇപ്പൊ ക്രിഞ്ച് എന്ന് വരുന്ന വഴിക്കും കണ്ടവരുണ്ട്. മാലി അങ്ങനെ സ്വന്തമായിട്ട് ചെയ്ത ഏതെങ്കിലും കണ്ടന്റ് ക്രിഞ്ച് അടിച്ചിട്ടുണ്ടോ? അല്ല, ഇവരുടെ മറ്റേ മൃഗങ്ങളിൽ എന്ത് ക്രിഞ്ച്, സോപ്പും അങ്ങനത്തെ സാധനങ്ങളായിട്ട് ക്രിഞ്ചിന്റെ റൊമാൻറ്റിക് സംഭവങ്ങളൊന്നും നമ്മൾ തൊട്ടിട്ടില്ല. അങ്ങനത്തെ പേടിയില്ല. അത് ഭയങ്കരമായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടായിട്ട് കളിച്ചു. അവൻ മൃഗങ്ങളിലാണ് പിടിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് അതിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനം? ഒരെണ്ണം ആദ്യം ചെയ്തപ്പോഴത്തേക്ക് റീച്ച് കിട്ടി, അതാണ് കാരണം. പിന്നെ ഒന്നുകൂടെ ചെയ്ത് നോക്കിയപ്പോ സ്പേസ് കിടപ്പുണ്ടെന്ന് മൃഗസ്നേഹം കൂടെയാണ്. പണ്ട് ഇതുണ്ടായിരുന്നു, മൃഗാധിപത്യം വന്നാലെന്നും പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഈ മൃഗങ്ങള് ഇത് മംഗള മനോരമ പോയിന്റിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നു, പോയിന്റിൽ നിന്നും വ്യതിചലിക്കുന്നു. അത് മൃഗങ്ങൾ സംസാരിക്കുന്ന ഒരു സംഭവം ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ ആ ഒരു ഇതിനെ പിടിച്ച് വന്നു. നമ്മൾ ഇടയ്ക്ക് വേറെ ചെയ്യാറുണ്ട്. നമ്മൾ മൃഗങ്ങൾ ചെയ്യുന്നതിന് മുമ്പും വേറെ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന് ഒരു പ്രത്യേക ഒരു ട്രാക്ഷൻ കിട്ടിയപ്പോൾ അത് തന്നെ അങ്ങ് പിടിച്ചതാണ്. അത് തന്നെയാണോ പ്രേമലൂലിക്ക്? ശ്യാം പുഷ്കർ പ്രൊഡ്യൂസർ ആയിരുന്നല്ലോ അതിന്റെ, പുള്ളിക്കാരൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് വിളിച്ചത്. പുള്ളി നമ്മളെ ഫോളോവർ ആയിരുന്നു. ശ്യാം പുഷ്കരൻ പുള്ളി ഫോളോവർ ആയിരുന്നു. മെസ്സേജൊക്കെ പുള്ളി അങ്ങനെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ കാണുന്നവർക്കൊക്കെ മെസ്സേജ് അയച്ച് പുള്ളി പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് വേറെ കാസ്റ്റ് ചെയ്താണ് ആദ്യം. എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ വേറെ ആളെ നോക്കിയപ്പോൾ പുള്ളി എന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെർട്ടിക്കുലർലി അതേ റോള് തന്നെ വന്നത് ഒട്ടും റൊമാൻറ്റിക് അല്ല എന്നുള്ളതുകൊണ്ടാണ്. മോനുണ്ട് ഇതില്, ചെറുക്കം എടുത്തോളൂ, എന്റെ മോനാണ്.
പ്രേമലും ഇതേപോലെ തന്നെ ഗുരുവായൂരമ്പല നടയിൽ പറഞ്ഞ പോലെ തന്നെ വലിയ കാസ്റ്റ്, പക്ഷെ അതൊക്കെ വളരെ യങ്ങർ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. അവരുടെ കൂടി ഇതൊന്നും ഒരേ സെറ്റിൽ ഒരുപാട് സമയം ഒന്നിച്ച് ഉള്ളൊരു പ്രോസസ്സ് കൂടെ ആയിരുന്നല്ലോ. അത് എത്രത്തോളം രസകരമായിരുന്നു? അടിപൊളിയായിരുന്നു, നല്ല രസമുള്ള പരിപാടി. ഹൈദരാബാദിലൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു, കൂടുതലും അവിടെ ആയിരുന്നു. അപ്പം ഒരു ട്രിപ്പിന്റെ സീനൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിൽ നമ്മൾ കുറെ നേരം ബസ്സിലൊക്കെ ഹൈദരാബാദിൽ ഇങ്ങനെ കറങ്ങി നടന്നു. രസം, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം. ചുറ്റി അടിച്ച് നടക്കായിരുന്നു. എപ്പോഴെങ്കിലും ഇതിലൊരു ഒരു ബ്ലോക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? കണ്ടന്റ് ഇപ്പം ഒരു സാച്ചുറേഷൻ പോയിന്റ് എപ്പോഴും തോന്നാറുണ്ടെന്ന് പലരും പറയാറുണ്ട്. ഇപ്പൊ കണ്ടന്റ് ക്രിയേഷനിലാണെങ്കിലും ഒരേ കൺസെപ്റ്റ് തന്നെ, ഇപ്പം എത്ര മൃഗങ്ങളാണെങ്കിലും ഒരു പോയിന്റിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സാച്ചുറേറ്റഡ് ആയി എന്നുള്ളത് തോന്നിയിട്ടുണ്ട്? അതിന്റെ ഒരു മാക്സിമത്തിലെത്തി മൃഗങ്ങളൊക്കെ തീർന്നു പോയി. ആ ഒരു പ്രശ്നം കുറെ ആളും അങ്ങനെ അതുമൊക്കെ തീരാറായി. പിന്നെ പാർട്ട് 2 ഒക്കെ ഇറങ്ങും. ഒരു പ്രാവശ്യം ചെയ്ത സാധനം തന്നെ പിന്നെ പിടിച്ചിരിക്കട്ടെ. അണ്ണൻ പറഞ്ഞ കണക്ക് ബിസ്ക്കറ്റ് വാങ്ങി. ഇപ്പം പുറത്ത് ക്രൗഡിലേക്ക് പോകുന്ന സമയത്തും ആളുകള് കാക്കയായി തത്തയായിട്ടൊക്കെ കാണാറുണ്ട്, അങ്ങനെ പറയാറുണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനത്തെ റെസ്പോൺസസ് വരാറുണ്ടോ ക്രൗഡിൽ? കൂടുതൽ ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെ ചോദിക്കുന്നത്. ഒട്ടക പക്ഷിയല്ലേ? ഒരു ദിവസം ട്രെയിനിനകത്തിരുന്നപ്പോൾ ഒരാളെ മലന്ന് വീണ പാറ്റയല്ലേ? വേറൊരു ഒബ്സർവേഷൻ ആണ് കേട്ടോ, അത് ഹ്യൂമറിന്റെ വേറൊരു പരിപാടിയാണ്. അത് ഞാൻ സത്യം പറഞ്ഞാൽ ഷമീറിനാണ് ആദ്യമായിട്ട് അയച്ചേട്ടൻ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞത് ഒരിക്കലും ഒരു ഹ്യൂമറിനായിട്ടൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഡയലോഗ് എഴുതുക അങ്ങനല്ല. ഇപ്പം ഷമീറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ഇരുന്ന് മറ്റേ റോഡ് വീലറൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന കേട്ടിട്ടില്ലേ? നിങ്ങൾ എന്താണ് വിചാരം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ജെന്യൂനായിട്ട് ഒരാളിരുന്ന് സംസാരിക്കുന്നത്, അവൻ്റെ സംസാര ശൈലിയും ആ ഒരു രീതിയാണ് എൻ്റെ ഹ്യൂമർ. അതെ 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 അതെ. ഇതുകൊണ്ടാണ് അത് കണ്ടപ്പോഴേ ഞാൻ മെസ്സേജ് അയച്ചത്. ഞങ്ങൾ കൽബിൽ കാണുന്നതിന് മുമ്പേ വീഡിയോസ് കണ്ടിട്ട് ഞാൻ പേജ് ഒന്ന് റീച്ച് ആയി വരുന്നതിന് മുമ്പ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സെലിബ്രിറ്റി കൽബിൽ ആക്ച്വലി നിങ്ങൾ ഒരുപാട് പേര് ഒന്നിച്ചുണ്ടായിരുന്നു. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തന്നെ വന്ന ആളുകളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് കൂടെയായിരുന്നു. അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പല രീതിയിൽ ആളുകൾ സ്വീകരിച്ചു. ചിലർക്ക് അത് ക്രിഞ്ചായിട്ട് തോന്നി, ചിലർ അതിനെ സെലിബ്രേറ്റ് ചെയ്തു. ഹൗ ഇസ് യുവർ ഫീലിംഗ്? കൽബ് തന്നിട്ടുള്ള ഫീല് എന്താ? സെക്കൻഡ് ഹീറോ ഇവന് നായികയൊക്കെ ഉണ്ടായിരുന്നു. മുടി മാത്രമേ പക്ഷെ അത് വെറൈറ്റി ആയിരുന്നു. എന്ത് ചോദ്യം എങ്ങനെയായിരുന്നു? കൽബ് തന്ന ഫീൽ. കൽബ് തന്ന ഫീൽ, അതെ. തന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൂവി, ആ പടം നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ പടം. പിന്നെ ആ സിനിമയിലാണ് നമ്മളൊരു തിയേറ്റർ വിസിറ്റ് പോവുക അല്ലെങ്കിൽ ഒരു പ്രൊമോഷന് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം എക്സ്പീരിയൻസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ കൽബ് മൊത്തത്തിൽ നമുക്ക് വലിയൊരു ഫീലാണ്. നമ്മുടെ വെള്ളിത്തിരയിലേക്ക് നമ്മളെ ഫസ്റ്റ് എൻട്രി എന്നുള്ളത്. ഷൂട്ടും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ദിവസം ഉണ്ടായിരുന്നു, 10-100 ദിവസം നമ്മൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ടാൻ ഇന്ത്യൻ, അതെ, ടാൻ ഇന്ത്യൻ സ്റ്റാർസ് ആയി മൊത്തം ആലപ്പുഴ ബീച്ചിൽ ഉച്ച വെയിലത്ത് ഓടിക്കോളെ റെക്കോർഡ് ടെമ്പറേച്ചർ ആയിരുന്നു ആ സമയത്ത്. അതിന്റെ മണലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചു. എന്നിട്ട് ഒരു ഷോട്ടം കണ്ടു വന്നു. ഒരു ഷോട്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വരൂലല്ലേ. പക്ഷെ ഇതിന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും 2 തരം ക്രൗഡിനെയാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയത്. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലും നല്ല വൈറലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ടോപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ചില ആളുകൾക്ക് അത് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ട് ചില സിറ്റുവേഷൻ കാണുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ഇപ്പം ചിലത് കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടും, മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു വ്യത്യാസമേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് ആളുകൾ അങ്ങോട്ട് പോകാൻ എന്തോ ഒരു വിമുഖത കാണിച്ചു. അതെന്തായാലും അത് പ്രൊമോഷൻ്റെയോ അല്ലെങ്കിൽ എത്തിയില്ല ആളുകളിലേക്ക്. പക്ഷേ ഇത് OTT വന്നപ്പോഴത്തേക്ക് എല്ലാവരുടെയും കയ്യിലേക്ക് അത് വന്നു, അവരത് കണ്ടു. അപ്പോൾ അതൊരു പക്ഷേ മെജോറിറ്റി ആളുകൾക്ക് വർക്കായതുകൊണ്ടാണ് അതിപ്പോൾ ഒരു വൈറൽ രീതിയിലേക്ക് വന്നത്. അത് തന്നെയാണ്. ഈ തമാശകൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിനൊക്കെ വിധേയമായിട്ട് നിൽക്കണം എന്ന് പറയാറുണ്ട്.
അതേസമയം ഈ തമാശകൾ അങ്ങനെ ഒരു ലിമിറ്റേഷനകത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല, അത് സാഹചര്യങ്ങളും കഥാപാത്രങ്ങളും ഒക്കെയാണെന്നും പറയാറുണ്ട്. ഈ ഹ്യൂമർ, ഞാൻ പൊതുവായിട്ട് ചോദിക്കുകയാണ്, ഹ്യൂമർ നിങ്ങൾ വളരെ ഈസി ആയിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് ഇന്ന തമാശകൾ പറയാൻ പാടില്ല അല്ലെങ്കിൽ ഇന്ന തമാശകൾ പറയുന്നത് ശരിയല്ല, അങ്ങനത്തെ ക്രിറ്റിസിസംസ് വന്നിട്ടുണ്ടോ? സ്വയം നിങ്ങൾക്ക് അങ്ങനത്തെ തോന്നലുണ്ടായിട്ടുണ്ടോ? അത് എനിക്കിട്ടുള്ളതാണല്ലോ. അല്ല, കുറെ നേരം സൈലന്റ് ആയിട്ട് ഇരുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് അല്ല, തമാശകൾ അങ്ങനെ അല്ല, അങ്ങനെയൊന്നുമില്ല. തമാശകൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന തമാശകൾ അങ്ങനെ നമ്മൾ പറയാറില്ല. അതിപ്പം ഞാനിപ്പം കുട്ടിയുടെ അടുത്തൊരു തമാശ പറയുന്നത് കുട്ടിയുടെ കേട്ടാൽ രസിക്കണം എന്നുള്ള രീതിയിലേ പറയുള്ളൂ, അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ആവുകയുള്ളൂ ഒരാൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഞാൻ പൊതുജനം പലവിധം ചിലർ വേറൊരു സെൻസിലെടുത്ത് വേറൊരു രീതി പറയുന്നു, അങ്ങനെയൊക്കെ വരുന്നതാണ്. അല്ല ഞാൻ ഇതൊരു മനഃപൂർവ്വം ആരെയും കട്ട് ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികൾ ഇപ്പോൾ മാക്സിമം പറയാറില്ല, പറഞ്ഞിട്ടുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ താഴെ എത്ര സ്ക്രീൻഷോട്ട് വന്നാൽ എന്തോ. കോമഡി അങ്ങനെ സെൻസർ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും എന്നുവെച്ചാൽ തമാശയായിട്ട് എടുക്കാൻ പറ്റിയ നല്ലതായിരുന്നു, പക്ഷെ അത് പലർക്കും പറ്റാറില്ല. നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് മാക്സിമം അങ്ങനെ ഒഫൻസീവ് ആയിട്ടൊന്നും. പിന്നെ ഈ കാലത്ത് ഇനിയിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞോട്ടെ, കാലത്തിൻ്റെതായ മാറ്റം ഈ തമാശകളിലെ ചില ബോഡി ഷെയ്മിങ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറച്ചുകൂടി ഇപ്പൊ പണ്ട് അതൊക്കെ ഭയങ്കര തമാശകളായിരുന്നു. ഇപ്പൊ അത് കുറച്ചുകൂടി അത് ആളുകൾ മെച്യൂർഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ക്രിയേറ്റേഴ്സ് ആയാലും ഇപ്പൊ നമ്മളൊക്കെ ആയാലും തന്നെ അത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് തന്നെയാണ് ചെയ്യുക. അപ്പൊ അതൊന്നും അത് വലിയൊരു തമാശയായിട്ട് അതൊക്കെ സെൻസർ ചെയ്യപ്പെടുന്നത്. ചില കാലഘട്ടങ്ങളിൽ തമാശ ആയിരുന്നത് ഇത് പറഞ്ഞ പോലെ ആഫ്റ്റർ കോവിഡ് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. തമാശയിൽ വന്നിട്ടുണ്ട്, സിനിമയുടെ സ്ക്രിപ്റ്റിങ്ങിൽ വന്നിട്ടുണ്ട്, മേക്കിങ്ങിൽ വന്നിട്ടുണ്ട്, മൊത്തത്തിൽ എല്ലാവരും ജീവിത ശൈലിയിലൂടെ വന്നിട്ടുണ്ട് ഒരു മാറ്റം. അതിലൂടെ മാറിയാണ്. പണ്ടിപ്പം കുഞ്ഞൻ നമ്പ്യാർ തമാശ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അന്ത രാജാവിനെ കളിയാക്കി, റാണിയെ കളിയാക്കി, മന്ത്രിയെ കളിയാക്കിയൊക്കെ അല്ലേ കുഞ്ഞൻ നമ്പ്യാർ തമാശ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ തമാശകളിലൊക്കെ ബോഡി ഷേമിങ് എല്ലാ പരിപാടിയും ഉണ്ട്. ആ തമാശ അന്നത്തെ കാലത്ത് ജനങ്ങൾ ആസ്വദിച്ചിരുന്നു. പിന്നെ കറങ്ങി വന്നപ്പോഴത്തേക്ക് ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് നാടപ്പോൾ ഓണത്തപ്പ കുടവേറാന്നാണ് എല്ലാവരും പണ്ടേ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വന്നതൊക്കെ അങ്ങനെ ഇപ്പോൾ അത് ബോഡി ഷേമിങ്ങില്ലേ, അത് പറയൂല ഇപ്പം, പറഞ്ഞെങ്ങനെ പറയും. അതാണ് അങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ള പണ്ടത്തെ കാലത്തൊക്കെ. അപ്പോൾ അത് കുടവേറാന്ന് അന്ന് വിളിക്കുമായിരുന്നു. അന്നതൊരു അങ്ങനെ ഒരു സെൻസിലോട്ട് ആരും കൊണ്ടുപോയിട്ടില്ല. ഇന്നിപ്പം എന്നെ തന്നെ വയറുണ്ട് കാണുമ്പോൾ ഇതൊരു വയറെണ്ണ എന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെയും കളിക്കാൻ പോകാറില്ല. അതെനിക്ക് വയറുള്ളൂടല്ലേ അവരങ്ങനെ. പക്ഷെ അത് ചിലർക്ക് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് കളിയാക്കാം ഇതാക്കാം, പക്ഷെ ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷെ മൂന്നാമതൊരാളോട് ചിലപ്പോൾ അത് പറയുമ്പോൾ അയാൾക്ക് ഭയങ്കരമായ കോംപ്ലക്സ് ഉള്ള ഒരു കാര്യമായിരിക്കും അത്. അയാൾ ഭയങ്കരമായിട്ട് ഇൻസെക്യൂർഡ് ആവുന്ന ഒരു കാര്യമായിരിക്കും അത്. അപ്പോൾ അത് നമ്മൾ ഒരു പൊതു സമൂഹത്തിന് മുമ്പിലേക്ക് ഒരു കാര്യം വിടുമ്പോൾ ഇപ്പം അതൊക്കെ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ്. അത് പണ്ടത്തെ ഒരു രീതിയിൽ നിന്ന് ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായ മാറ്റങ്ങളുണ്ടല്ലോ. കഥാപരമായിട്ടുള്ള കാര്യങ്ങളായാലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അത് നമ്മൾ അംഗീകരിച്ചത് ചെയ്യണമെന്ന് തന്നെയാണ്. ഇപ്പം മുന്നേ സിനിമ എന്ന് പറയുന്ന ഒറ്റ മീഡിയം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അത് ഷോർട്ട് ഫിലിമുകളിലേക്ക് വരുന്നു, വെബ് സീരീസുകളിലേക്ക് വരുന്നു, യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം കൂടുതൽ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നു. ഇപ്പോൾ കൂടുതലായിട്ട് ഷോർട്സിലേക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലേക്ക് അത് മാറുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫ്യൂച്ചർ എങ്ങോട്ടായിരിക്കും എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ബ്രേക്ക് ചെയ്യാൻ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഈ കണ്ടന്റ് ക്രിയേഷന്റെ ഒരു ഭാവി നമ്മൾ ഇത് എങ്ങനെയെങ്കിലും ഒരു സമയത്ത് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരുമല്ലോ, അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഇത് ബേസിക്കായിട്ട് ഒറ്റ കാര്യം പറയട്ടെ, പണ്ട് ഈ ഫോൺ വന്നപ്പോൾ ആപ്പാടെ ഉണ്ടായിരുന്ന എൻ്റർടൈൻമെൻറ്റ് ആപ്പിള് പാമ്പ് വീഴുന്നതാണ് ഒരു അല്ലേ ഈ ഫോണിനകത്ത്. ഇപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, അതാണ് എൻ്റെ പരിപാടി. ഇനിയിപ്പോൾ ഇത് എങ്ങോട്ട് പോകുന്ന ഒരു പിടുത്തമില്ല. ഇനി ആൾക്കാർക്ക് എന്തായാലും ഇനി അങ്ങോട്ട് സമയമില്ലാതായിരിക്കും ആൾക്കാർക്ക്. ഇതുപോലും ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ലായിരിക്കും. എനിക്ക് തോന്നുന്നത് അതാണ്. ഇതിൻ്റെ മേലിൽ ഇനി വേറെ സാധനം വരാനായിരിക്കും ഇനി പോകുന്നത്. ഇതുപോലും ഇപ്പോൾ തന്നെ ആൾക്കാർ പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്ന പോലെ ഇപ്പം പറഞ്ഞ പോലെ 2x അടിച്ചാണ് കാണണം. അങ്ങനത്തെ ഒരു കാലത്ത് ഇനിയിപ്പോൾ ആൾക്കാർ ഇനിയിപ്പോൾ ഇതിൽ നിന്നും മാറി അല്ലെങ്കിൽ ഇത് മൈൻഡ് ചെയ്യാതെ ഇതിനെയൊക്കെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ വേറൊരു പ്ലാറ്റ്ഫോം വന്നേക്കാം. അതിനകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വന്നേക്കാം. ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നമുക്ക് ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഉടനെ ഔട്ട് ആവുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ടുണ്ടോ? ഇത്ര നേരം ആലോചിച്ചില്ലായിരുന്നു, ഇപ്പൊ എനിക്ക് പേടിയായി. ഇന്ന് വീട്ടിൽ പോയിട്ട് ഞാൻ ആലോചിക്കാം.
പടക്കുതിരയിലേക്ക് തിരിച്ചു വന്നാല് എപ്പോഴാണ് 1 മണിക്കൂർ മുമ്പാണ് ഇന്റർവ്യൂ തുടങ്ങിയപ്പോ പടക്കുതിര ടീമാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഓരോന്ന് തളർത്തി പാവപ്പെട്ട ഡയറക്ടർ 3 വട്ടം കഥ തുറന്നു നോക്കി പടക്കുതിര തന്നെ പറയുന്നത്. ഇപ്പൊ പടക്കുതിര എന്തായാലും പ്ലേസ് ആയി. പടക്കുതിരയിൽ അതൊരു കോമഡിക്ക് അപ്പുറത്തേക്ക് പല ഓണറുകൾ അതിൽ പല സ്ഥലങ്ങളിലായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കരുതുന്നത് എന്താണ് ഇപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏത് ഫാക്ടർ ആയിരിക്കും കൂടുതൽ ഹുക്ക് ചെയ്യുക, അത് എന്താവും സമ്മാനിക്കുക എന്ന് കരുതും? ഹ്യൂമർ തന്നെ ആയിരിക്കും. തമാശ പരിപാടിയിലൂടെയാണ് പോണത്. നമ്മൾ ചെയ്ത തമാശകൾ ജനങ്ങൾ ചിരിച്ചാൽ അല്ലേ, അങ്ങനത്തെ പരിപാടിയാണ്. അതായത് തമാശ വലിയ സീരിയസ് പരിപാടികളില്ല, തമാശ പരിപാടിയിലൂടെ തന്നെ സീൻ ബൈ സീനായിട്ട് പോയി ഓരോ ഇൻസിഡൻറ്റുകൾ കയറി. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ രഞ്ജി സാറിൻ്റെ ക്യാരക്ടർ വന്നതിന് ശേഷമാണ് ഇത് വേറെ ടെസ്റ്റിലോട്ട് പോകണം. ആ പടം നമ്മളെല്ലാ സമയത്തെല്ലാം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നു, നമ്മളെല്ലാം തിരിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നില്ല, നടക്കുന്നില്ല, പോയി ഇതിൽ നിന്ന് വലിയ കുഴികളിൽ വീഴുന്നു. അങ്ങനെ പോയി ഒരു നന്മയിലൂടെ പോയി ക്ലൈമാക്സിലോട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൽ കൂടുതലും തമാശയും പിന്നെ ചെറിയൊരു ത്രില്ലിങ് എലമെൻ്റ് ഉണ്ട്, ഒരു ഫീൽ ഗുഡ് അടിച്ച് നിൽക്കും. ഈ ത്രില്ലറുകളുടെ ഇടയിലേക്ക് ഒരു ഫീൽ ഗുഡ് വരുമ്പോൾ അത് കൂടുതൽ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന തോന്നുന്നുണ്ടോ? അങ്ങനെയില്ലല്ലോ, ത്രില്ലറുകളുടെ ഇടയിൽ അങ്ങനൊന്നുമില്ല. നല്ല സിനിമകൾ എപ്പോഴായാലും അത് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ടല്ലോ. ഇപ്പോൾ പ്രേമലു തന്നെ റീസെൻ്റ്ലി അതൊരു ഫീൽ ഗുഡ് ഹ്യൂമർ പരിപാടികളായിരുന്നല്ല, അങ്ങനൊന്നുമില്ല. ഒരു ത്രില്ലർ കുറച്ചെണ്ണം വന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പടക്കുതിരയ്ക്ക് എല്ലാ ആശംസകളും. നിങ്ങൾ 3 പേർക്കും നിങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾക്കും എല്ലാം സങ്കടപ്പെട്ടു പോരുതല്ലോ. അങ്ങനെ സങ്കടമൊന്നുമില്ല. ഷമീർക്ക് കുറച്ച് സങ്കടമായി. ടെൻഷനായി. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തിരിച്ചും 2025 അടിപൊളിയാവട്ടെ. താങ്ക് യു.